ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവായി മഹസർ. സ്വർണം പൂശിയ പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ തൂക്കം നോക്കിയില്ല. മഹസറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാക്കി മാറ്റിയ ദേവസ്വം ബോർഡ് നടപടികളിൽ മുഴുവൻ ദുരൂഹത. 2019 ജൂലൈ 20 സ്വർണ്ണപ്പാളി കൈമാറിയപ്പോൾ ചടങ്ങിന് നേതൃത്വം വഹിക്കേണ്ട ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥനായ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തില്ല. കൈമാറ്റ സമയത്തെ ഭാരം രേഖപ്പെടുത്തിയ മഹസറിലും തിരുവാഭരണം കമ്മീഷണറായ വി ബൈജു ഒപ്പിടാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികളുമായി പോയപ്പോൾ ഉദ്യോഗസ്ഥരാരും അനുഗമിക്കാത്തതും വീഴ്ചയാണ്. പിന്നീട് സെപ്റ്റംബർ 11 സ്വർണം പൂശിയ പാളി പുനഃസ്ഥാപിച്ചപ്പോൾ അടിസ്ഥാനമായി ചെയ്യേണ്ടിയിരുന്ന ഭാരവും നോക്കിയില്ല. തനിക്ക് തന്നത് ചെമ്പുപാളി എന്ന് ദേവസ്വം വിജിലൻസിനോടും ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു. പീഠം കാണാതായതിൽ സുഹൃത്തായ വാസുദേവനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റപ്പെടുത്തിയത്. ചെന്നൈയിലേക്ക് പാളികൾ കൊണ്ടുപോകാൻ വൈകിയതിൽ സാങ്കേതിക കാര്യം പറഞ്ഞ് ന്യായീകരിച്ചു. 4ാമത്തെ ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക ഇടപാടുകളായിരുന്നു വിഷയം. എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോ അതിനെക്കുറിച്ചൊന്നും ഒന്നും പ്രതികരിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവിലിനുള്ള പുതിയ വാതിൽ നിർമ്മിച്ചത് ബംഗളൂരുവിലാണ്. ഗുരുവായൂർ സ്വദേശിയായ ദാരുശില്പി നന്ദകുമാർ ഇടവള്ളിയാണ് വാതിൽ നിർമ്മിച്ചത്. ദ്വാരപാലക ശില്പത്തിന്റെ 4 ദിവസം മുമ്പ് അദ്ദേഹം വിളിച്ചിരുന്നു. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിലിന്റെ അടിയിൽ ഒരു ചെമ്പിന്റെ ഒരു പാളിയേറ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പൊ ആള് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ മറ്റ് സ്പോൺസർമാരെയും ഇയാളുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. ഇതിനുശേഷമാകും ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക. മീഡിയ വൺ, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്നും CBI അന്വേഷണം വേണമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡുകൾക്കെതിരെ SNDP മുഖപത്രം യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിമർശനമുന്നയിച്ചു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പ്രതിപക്ഷം കാണുന്നത്. CBI അന്വേഷണ ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് പ്രതിപക്ഷം. കോടതിയുടെ ചുമതലയിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഇവിടെ ക്രൈംബ്രാഞ്ചിനെയും മറ്റും ഏൽപ്പിച്ചാൽ ആ അന്വേഷണം ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. താൻ ചുമതലക്കാരനായിരിക്കെ ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്നുപോലും പോയിട്ടില്ലെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ചു പോലും എന്തെങ്കിലും ഒരു മോശത്തരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ദേവസ്വം ബോർഡുകൾക്കെതിരെ SNDP മുഖപത്രം യോഗനാഥത്തിൽ വിമർശനമുണ്ടായി. ദേവസ്വം ബോർഡ് എന്ന വിഴുപ്പ് ഭാണ്ഡം പേറി സർക്കാർ നാറ്റം സഹിക്കേണ്ട. ദേവസ്വം ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ട ഗൂഢസംഘങ്ങൾ ക്ഷേത്രങ്ങളിൽ വിളയാടുകയാണ്. ക്ഷേത്ര നടത്തിപ്പിനായി ജാതി വേർതിരിവുകൾ ബാധിക്കാത്ത രീതിയിൽ ഒരു പരീക്ഷണത്തിന് സർക്കാർ മുതിരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. മീഡിയ വൺ, തിരുവനന്തപുരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ച് മാറ്റിയതിൽ ഡോക്ടർമാരെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട്. കുട്ടിക്ക് ശരിയായ ചികിത്സ നൽകിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കുട്ടിയുടെ കൈയിലെ രക്തപ്രവാഹം നിലയ്ക്കാൻ കാരണം എന്താണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ കുടുംബം അറിയിച്ചു. സെപ്റ്റംബർ 24, 25 തീയതികളിൽ ജില്ലാ ആശുപത്രിയിലെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയ കുട്ടിയുടെ കൈയിന്റെ രക്തോട്ടത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 30-ാം തീയതി ആശുപത്രിയിലെ ഓർത്തോ OPയിൽ എത്തിയ കുട്ടിയുടെ കൈയിലേക്ക് രക്തം വരുന്നുണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടിയുടെ കൈയിലേക്ക് രക്തം വരാതിരിക്കുന്നത് എന്നത് സംബന്ധിച്ചും എങ്ങനെയാണ് കൈ പഴുത്തത് എന്നത് സംബന്ധിച്ചും പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിനു KM, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജൗഹർ KT എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല. ശാസ്ത്രീയമായി ചികിത്സ നൽകിയതായും DMOക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണിതെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. അവര് തെറ്റ് ചെയ്താലും അവരിനെ ഇപ്പോൾ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുള്ളൂ. ഹോസ്പിറ്റലിൽ കയറി അവരിന്റെ പ്രൊട്ടക്ഷൻ അല്ലേ നോക്കുള്ളൂ. എൻ്റെ മകൾക്ക് നീതി വേണം. എൻ്റെ മകൾക്ക് എന്നല്ല, ഇപ്പൊ നാളെ ആരാണെങ്കിലും പോയാലും അവർക്കൊരു നീതി വേണ്ടേ. നിലവിൽ വന്നിരിക്കുന്നത് അന്തിമ റിപ്പോർട്ടല്ലെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് വരാനിരിക്കുകയാണെന്നും ചികിത്സാ പിഴവുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും നെന്മാറ MLA K. ബാബു പറഞ്ഞു. ഇപ്പോൾ തന്നിട്ടുള്ളത് പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ്. ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിനനുസരിച്ചുള്ള നടപടി തന്നെ ഉണ്ടാവും. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്.
മീഡിയ 1 പാലക്കാട്. കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ മൈം തടഞ്ഞതിൽ അധ്യാപകരെ സംരക്ഷിച്ച് ഡിഡിയുടെ റിപ്പോർട്ട്. കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. സംഘപരിവാർ അനുകൂല ദേശീയ അധ്യാപക പരിഷത്ത് അംഗം പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർ മൈം ഷോ തടഞ്ഞെന്നായിരുന്നു പരാതി. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നാണ് പ്രധാനാധ്യാപകനും അധ്യാപകരും DDക്ക് നൽകിയ റിപ്പോർട്ട്. ഇത് തന്നെ പകർത്തിയാണ് DD റിപ്പോർട്ട് തയ്യാറാക്കിയത്. കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച നടന്ന കലോത്സവത്തിലാണ് മൈം ഷോ തടഞ്ഞത്. ഫലസ്തീൻ ജനതയുടെ ദുരിതം വിഷയമാക്കിയുള്ള മൈം ഷോ അധ്യാപകർ ഇടപെട്ട് തടയുകയായിരുന്നു. മൈം ഷോ പൂർത്തിയാവുന്നതിന് മുൻപേ അധ്യാപകർ സ്റ്റേജിൽ കയറി കർട്ടൻ താഴ്ത്തി. സംഭവം വിവാദമായതോടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. സംഘപരിവാർ അനുകൂല ദേശീയ അധ്യാപക പരിഷത്ത് അംഗം പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവരാണ് മൈം ഷോ തടസ്സപ്പെടുത്തിയത്. ആരോപണ വിധേയരായ അധ്യാപകരെ സംരക്ഷിച്ച് BJPയും രംഗത്തെത്തി. അതേസമയം നിർത്തിവെച്ച കലോത്സവം നാളെ നടത്തും. അധ്യാപകർ തടസ്സപ്പെടുത്തിയ മൈം ഷോയും അവതരിപ്പിക്കും. മീഡിയ 1 കാസർഗോഡ്. എയ്ഡഡ് അധ്യാപക നിയമനം തടഞ്ഞ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ കടന്നാക്രമിച്ച് കത്തോലിക്ക സഭ. ശിവൻകുട്ടി നായരല്ല, LDFന്റെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന സഭയുടെ മുഖപത്രം ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്കൂളുകളിലെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടും മറ്റ് മാനേജ്മെന്റുകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതാണ് സഭയെ പ്രകോപിപ്പിക്കുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിൽ എത്തിക്കരുത് എന്ന തലക്കെട്ടിൽ ദ്വിജൻ എന്ന പേരിലാണ് ദീപികയിലെ ലേഖനം. മന്ത്രി V. ശിവൻകുട്ടി NSSന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ശിവൻകുട്ടി നായർ എന്ന പോലെയാണ് പെരുമാറുന്നതെന്ന് ലേഖനത്തിന്റെ തുടക്കത്തിൽ പറയുന്നു. ശിവൻകുട്ടി നായരല്ല LDFന്റെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന് ഓർക്കണം. അധ്യാപക നിയമന വിഷയത്തിൽ മന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും ഇക്കാര്യം മറന്ന പോലെയാണ്. അയ്യപ്പ സംഗമത്തെ സുകുമാരൻ നായർ പിന്തുണച്ചപ്പോൾ ഉണ്ടായ അനുകൂല സാഹചര്യത്തെക്കാൾ 4 ഇരട്ടി അപകടം ഇതുണ്ടാക്കും. കത്തോലിക്ക സഭയ്ക്കെതിരായി സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും NSSും ഒരുപക്ഷത്ത് നിൽക്കുന്നു എന്ന രീതിയിലാണ് ലേഖനത്തിലെ പരാമർശങ്ങൾ. ശിവൻകുട്ടി സ്വന്തം കുഴികുത്തുകയാണെന്ന് പറയുന്ന ലേഖനം തങ്ങളെ സർക്കാരിനെതിരെ നിവർത്തന പ്രക്ഷോഭത്തിന് നിർബന്ധിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകുന്നു. ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശ്വാസം മുട്ടിച്ചാൽ തിരിച്ചടിയുണ്ടാകും. സർസിപിക്ക് 1947-ലും മുണ്ടശ്ശേരിക്ക് 1957-ലും MA ബേബിക്ക് 2006-ലും ഉണ്ടായതോർക്കണം. NSSന് ലഭിച്ച നിയമനാവകാശം മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വേരിറക്കുന്ന പണിയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ലേഖനം പറയുന്നു. മീഡിയ 1 കൊച്ചി. മുസ്ലിം ലീഗിനെ വർഗീയമായി ചിത്രീകരിച്ച് CPM സഹയാത്രികൻ P. സരീൻ. തിരുവേഗപ്പുറ പഞ്ചായത്തിനെതിരായ CPM പൊതുയോഗത്തിലാണ് സരീന്റെ വർഗീയ പ്രസംഗം. തിരുവേഗപ്പുറയിലെ ലീഗുകാർക്ക് മതഭ്രാന്താണ്. നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാർ. ജനിച്ച മതം ഏതാണെന്ന് നോക്കിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിയിരിക്കുന്നത്. ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും RSSന് നൽകുന്നതിന് തുല്യമാണെന്നും P. സരീൻ പറഞ്ഞു. ചില പ്രചരണങ്ങള്, ചില മുനവച്ച പ്രചരണങ്ങള് അത് ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിന് നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ജില്ലയുടെ ഒരു അറ്റത്തേക്കാണ്. മലപ്പുറത്തിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വർഗീയതയുടേതായിട്ടുള്ള സാഹചര്യത്തെ ഒരു ജില്ലയാകുമ്പോ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ, സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുന്നതെന്ന് നമ്മൾ കാണുന്നതാണ്. ഇപ്പോ ലീഗിന് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂലെന്ന് കണ്ടപ്പോ ഇടവും വലവും നിർത്താൻ 2 കൂട്ടരെ കൂടെ കൂട്ടിയിരിക്കുക. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി BJPയുടെ സുജവ് യാത്ര ഇന്ന് ആരംഭിക്കും. പ്രകടന പത്രിക ജനങ്ങളുമായി ചർച്ച ചെയ്യുകയാണ് ലക്ഷ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ബീഹാർ സന്ദർശനം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. കമ്മീഷൻ 2 മണിക്ക് വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഇത്തവണ ജനഹിത പ്രകടന പത്രിക തയ്യാറാക്കലാണ് BJPയുടെ ലക്ഷ്യം. അതിനായി വീടുകളിലെത്തി പ്രകടന പത്രികയിലേക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. വിദ്യാർത്ഥികൾ, കർഷകർ, സ്ത്രീകളടക്കമുള്ളവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കും. ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട് ചൌധരി, വിജയ്കുമാർ സിൻഹ, BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ എന്നിവർ ചേർന്ന് വൈകിട്ട് പരിപാടിക്ക് തുടക്കം കുറിക്കും. ഇന്നു മുതൽ ഈ മാസം 20 വരെയാണ് സുജവ് യാത്ര നടക്കുന്നത്. അതേസമയം ബീഹാറിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ഇന്നലെ നടത്തിയ യോഗം ഫലപ്രദമായിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും നോഡൽ ഓഫീസർമാരുമായും കമ്മീഷൻ ചർച്ച നടത്തി. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ന് പട്നയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. മീഡിയ 1 ഡൽഹി. സന്തോഷ് കുമാറിന്
തപോമയിയുടെ അച്ഛൻ എന്ന നോവലാണ് സന്തോഷ് കുമാറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സാഹിത്യകാരന്മാരായ ടി.ഡി. രാമകൃഷ്ണൻ, N.P. ഹാഫിസ് മുഹമ്മദ്, പ്രിയ A.S. എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന അവാർഡ് ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് വെച്ച് വിതരണം ചെയ്യും. കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നതാണ് അവാർഡ് നേട്ടമെന്ന് സന്തോഷ് കുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. പ്രവാചകൻ മുഹമ്മദ് നബി അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട BJP പ്രവർത്തകനെതിരെ കേസ്. ചിത്രരാജിനെതിരെ മതവികാരം വ്രണപ്പെടുത്തുക, കലാപമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക കുറ്റങ്ങൾ ചുമത്തി. മലപ്പുറത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ കായികാധ്യാപകനെ മർദ്ദിച്ച 4 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസ്. ശ്രീരാഗിന് മർദ്ദനമേറ്റത് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്കിടെ. സാങ്കേതിക തകരാർ നേരിട്ട എയർ ഇന്ത്യ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി. ബോയിംഗ് 747 അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട ശ്രേണിയിലുള്ള വിമാനം. തിരുവനന്തപുരത്ത് 190 ഗ്രാം ലഹരിയുമായി സഹോദരങ്ങൾ പിടിയിൽ. MDMAയുമായി പിടിയിലായത് ശ്രീകാര്യം സ്വദേശി ബാബു, രമ്യ എന്നിവർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 6 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീൽ ലഹരി എത്തിച്ചത് ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴി. പാലക്കാട് മുണ്ടൂരിൽ വളർത്തുനായയെ വന്യജീവി ആക്രമിച്ചു. പുലിയെന്ന സംശയമുണ്ടെന്ന് ഒടുവലങ്ങാട് സ്വദേശി ബേബി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാർക്ക് ജയം. ചെൽസി ലിവർപൂളിനെതിരെ 2-1 ജയിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സണ്ടർലാൻഡിനെയും ആഴ്സണൽ വെസ്റ്റ് ഹാമിനെയും 2-0 തളച്ചു. ലീഡ്സിനെതിരെ ടോട്ടനത്തിന് 2-1 ജയം. ലീഗിൽ നിന്നും കരുത്തന്മാർ കളത്തിലിറങ്ങും. മാഞ്ചസ്റ്റർ സിറ്റി ബ്രെൻഫോർഡ് മത്സരം രാത്രി 11 മണിക്ക് നടക്കും. ആസ്റ്റൺ വില്ല ബേൺലിയെയും തോൽവി അറിയാതെ മുന്നേറുന്ന ക്രിസ്റ്റൽ പാലസിന് എവർട്ടണാണ് എതിരാളികൾ. ന്യൂകാസിൽ നോട്ടിംഗ്ഹാം മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 6:30-ന് 4 മത്സരങ്ങളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലുള്ളത്. ലാലിഗയിൽ റിയൽ മാഡ്രിഡിനും അത്ലറ്റിക് ക്ലബിനും ജയം. വിയാറയലിനോട് 1-3 ഗോളിനാണ് റയലിന്റെ വിജയം. മല്ലോർക്കയ്ക്കെതിരെ 1-2 ഗോളിന് അത്ലറ്റിക് ക്ലബും ജയിച്ചു. മറ്റ് മത്സരങ്ങളിൽ ജിറോണ, ഒസാസുന എന്നീ ടീമുകളും ജയിച്ചു. ലീഗിൽ നിന്ന് ബാഴ്സലോണ സെവിയെ നേരിടും. രാത്രി 7:45-നാണ് മത്സരം. എസ്പാനിയോൾ ബെറ്റിസ് മത്സരവും റയൽ സോസിഡാഡ് റയോ വയക്കാനോ മത്സരവും രാത്രി 10 മണിക്ക് നടക്കും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സെൽറ്റ വിഗോയുമായി ഏറ്റുമുട്ടും. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ പോര്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ 59 റൺസിന് പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഏഷ്യാകപ്പിന് പിന്നാലെ വീണ്ടും ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം എത്തുമ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് ക്യാപ്റ്റന്മാർ പരസ്പരം ഹസ്തദാനം ചെയ്യുമോ എന്നതാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സനയുമായി ടോസിന്റെ സമയത്തോ പിന്നീടോ ഹസ്തദാനം നടത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മാച്ച് റഫറിക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ടും ഉണ്ടാകില്ല. സൂപ്പർ ലീഗ് കേരള മത്സരത്തിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സിനെ നേരിടും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ആദ്യ സീസണിലെ സെമി ഫൈനലിസ്റ്റുകളാണ് ഇരു ടീമുകളും.